ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായ കുടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തിട്ട് ഒന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മുറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മത്തൻ എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, ക്യാരറ്റ്, തക്കാളി എല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ക്യാരറ്റ്, പിന്നെ വലിയ ഉള്ളി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ കുക്കറിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പഴുത്ത മത്തനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പച്ച മത്തനായാലും കുഴപ്പമില്ല, പഴുത്ത മത്തനാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഒരു ചെറിയ കഷ്ണം മത്തൻ മതിയാവും കേട്ടോ, അധികം മത്തൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പച്ചക്കറികൾ വേറെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ നമ്മുടെ കുക്കറിൽ കുറച്ച് ഗ്രീൻ പീസ് വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉപ്പ് ചേർത്തിട്ട് വേവിക്കാൻ ഇട്ടതായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മുടെ ചെറുപരിപ്പ് കേട്ടോ, പായസം വയ്ക്കുന്ന പരിപ്പ് ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വെക്കുന്നത് ടിഫിൻ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി എടുക്കാൻ പറഞ്ഞിട്ടാണ്. കുറേ നാളായിട്ടോ നമ്മൾ ടിഫിൻ സാമ്പാർ വെച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മത്തനൊക്കെ ഉള്ള കാരണം ടിഫിൻ സാമ്പാർ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ടിഫിൻ സാമ്പാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളും പച്ചമുളകും വലിയുള്ളിയും എല്ലാം ചേർത്ത് ഒന്ന് വേവിക്കാൻ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. ഇനി ഇതിവിടെ കിടന്ന ഒരു 4-5 വിസിൽ അടിച്ച് നമ്മുടെ പരിപ്പും ഉള്ളിയും മത്തനും എല്ലാം നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഈ സമയം കൊണ്ട് പിന്നെ വേഗം തന്നെ പാല് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അത് നമ്മളവിടെ തിളപ്പിക്കാൻ വെച്ച് തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പണി കുറച്ചാകുമ്പോഴേക്കും തന്നെ നമ്മുടെ പാല് നല്ലപോലെ തിളച്ച് വറ്റി പാകമായിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതും ഒന്ന് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഒരു പൂളക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് എന്താ പറയുക, ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരെണ്ണം തന്നെ മതിയാകും. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അത് ചെറിയ പീസായിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. എന്താ പറയുക, ഒരുപാട് വലിയ പീസ് ആക്കേണ്ട ആവശ്യമില്ല. ചെറിയ പീസ്, ഒരു മീഡിയം സൈസുള്ള പീസിൽ നമ്മൾ ചെത്തിയിടില്ലേ, ചെത്തിയിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ചെത്തിയിട്ട് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇടുന്നത് ഫുള്ളായിട്ട് പുറത്ത് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചെത്തുക, അവിടുന്ന് അടുത്ത് ഇങ്ങോട്ട് ഇടുക, ചെത്തുക, അവിടുന്ന് അടുത്തിടുക, അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിനെ വേഗം തന്നെ കഴുകി നന്നായി തന്നെ ചെത്തി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ അടുപ്പിലേക്ക് നമ്മുടെ സാമ്പാറിൻ്റെ ഐറ്റംസ് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മൺചട്ടി വെച്ച് കൊടുത്തതിലേക്ക് നമ്മൾ കപ്പ തനിച്ചൊന്ന് വേവിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസുകളൊന്നും ചേർക്കുന്നില്ല. അത് തനിച്ച് വേവിച്ച് ഒരു നന്നായി തന്നെ വെന്തതിന് ശേഷം നമ്മളതൊന്ന് ഒഴിച്ച് മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വെന്ത് കുഴയണ്ട, എന്നാലും വെന്തിരിക്കണം കേട്ടോ. നല്ല കപ്പയായിരുന്നു കേട്ടോ. ഒരു 3-4 തിളയ്ക്ക് തന്നെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചില കപ്പ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചാലും വേവാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. പക്ഷേ ഇതങ്ങനെയല്ല, നന്നായി തന്നെ വെന്ത് കിട്ടി. പിന്നെ നമ്മൾ ഊറ്റി മാറ്റിയിട്ടുള്ള അതേ മൺചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നന്നായി ചൂടായതിന് ശേഷം അതിൽ കടുക് ചേർത്ത് കൊടുത്തു, 1/4 സ്പൂൺ ജീരകം, ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് നന്നായി പൊട്ടിയതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ ഒരു വലിയ ഉള്ളി 3-4 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെറുതായി തന്നെ ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ. ഒരുപാട് വഴണ്ട് കുഴയേണ്ട ആവശ്യമില്ല, എന്നാലും ഇതൊന്ന് വഴണ്ടി വരണം കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ സാമ്പാറിൻ്റെ വിസിലെല്ലാം മാറി നന്നായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മത്തനും തക്കാളിയും കുമ്പളങ്ങയും കുമ്പളങ്ങയല്ല കേട്ടോ, മത്തൻ, തക്കാളി, ക്യാരറ്റ്, വലിയുള്ളി, പച്ചമുളക്, മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ മുരിങ്ങക്കായും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള
കഷ്ണങ്ങൾ. അപ്പോൾ അത് വെന്ത് മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ ഇതൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എനിക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തു, പിന്നെ കടുക് ചേർത്ത് കൊടുത്തു, ഒരു അര സ്പൂൺ നമ്മുടെ സാദാ ജീരകം ചേർത്ത് കൊടുത്ത് വറ്റൽമുളക് ചേർത്ത് നന്നായി തന്നെ എല്ലാം കൂടെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എത്ര വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, നല്ല ലൂസായിരിക്കണം നമ്മുടെ സാമ്പാർ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളമെല്ലാം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളി ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ കേട്ടോ. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ എല്ലാം പച്ചമണം നന്നായി തന്നെ മാറി വഴണ്ട് വന്നതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസും അതിൻ്റെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിലേക്കല്ല, ഇതൊന്ന് അടച്ച് വെച്ചൊരു കുറച്ച് നേരം ഒന്ന് എന്താ പറയുക സെറ്റായി വരാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കപ്പ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കപ്പ കൂടെ ചേർത്ത് രണ്ടും കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഉണ്ടാക്കുന്ന കറിക്ക് വേറെ മസാലകളൊന്നും ചേർക്കണ്ട കേട്ടോ. ഈ രണ്ട് മസാല ചേർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇഞ്ചി ഇല്ലാത്ത കാര്യം ഞാൻ ചേർക്കാണ്ടിരുന്ന് അതുകൂടെ ചേർത്ത് ഇതുപോലെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതോടെ ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായി വരട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ സാമ്പാർ നല്ലപോലെ തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. നന്നായി തന്നെ തിളച്ച് വന്നതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ സാമ്പാറിന് നമ്മൾ പുളിവെള്ളമൊന്നും ഒഴിക്കാറില്ല. നമ്മുടെ തക്കാളിയുടെ പുളിപ്പാണ് കേട്ടോ ഉണ്ടാകാറുള്ളത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ സാമ്പാർ. നമ്മുടെ ഇഡ്ഡലിയുടെ മേലെ കൂടെ അങ്ങനെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ലപോലെ ഒഴിച്ച് നല്ല ഇഡ്ഡലി മുങ്ങി കിടക്കുന്ന പാകത്തിൽ ഈ സാമ്പാർ ഒഴിച്ചിട്ട് കഴിക്കണം കേട്ടോ. നല്ലപോലെ കുഴച്ച് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് മല്ലിത്തലയൊക്കെ ചേർത്ത് തീ ഓഫ് ചെയ്തിട്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ് കേട്ടോ. പിന്നെ ഈ നേരം കൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങല്ല, നമ്മുടെ കൊള്ളിയും ഗ്രീൻ പീസും കൂടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല തേങ്ങ അരച്ച് വെച്ച സാമ്പാറോ ഇല്ലെങ്കിൽ നല്ല രസമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലിക്കും അതുപോലെ ചോറിനും എല്ലാം എടുക്കാമല്ലോ കൊണ്ടാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള ഈ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ നേരം കൊണ്ട് തന്നെ നമ്മുടെ സാമ്പാറും അതുപോലെ നമ്മുടെ ഉള്ളിയല്ല നമ്മുടെ ഗ്രീൻ പീസ് കറിയെല്ലാം റെഡിയായപ്പോൾ ഞാൻ പിന്നെ അതെല്ലാം ഒന്ന് മാറ്റി വെച്ച് കൊടുത്ത് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സാമ്പാറും അതെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ പാത്രമൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ ഇഡ്ഡലിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇഡ്ഡലിയുടെ മേലെ ഇങ്ങനെ സാമ്പാർ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പിന്നെ ഇഡ്ഡലിക്കൊക്കെ അരച്ചിട്ട് കുറേ ആയി കേട്ടോ. എപ്പോൾ നോക്കിയാലും അതൊന്നാമത്തത് ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ദോശയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി അങ്ങനെ അരയ്ക്കാറേ ഇല്ല കേട്ടോ. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ഒന്ന് അരയ്ക്കും. അത് 1-2 പ്രാവശ്യം ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി അത് ഫുള്ളും ദോശയായിട്ട് ആയിരിക്കും ഉണ്ടാക്കാറുള്ളത്. പിന്നെ നമ്മൾ അരി അരച്ചിട്ടും കുറേ ആയി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മാവ് വെളിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മാവാണ് കേട്ടോ, അല്ലാതെ നമ്മൾ അരച്ചതല്ല, പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള മാവ് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇഡ്ഡലി ആവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് റെഡിയായി വരട്ടെ. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക അരി വാർക്കാനുള്ള പാത്രത്തിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റി വൃത്തിയാക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഇതെല്ലാം നമ്മൾ ഇടുന്നത് നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിലാണ് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പൂച്ചക്കുട്ടികൾ രണ്ടാളും മഴയൊക്കെ ഉണ്ട് കേട്ടോ. പുറത്ത് രാവിലെ എണീച്ചപ്പോൾ തന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തണുപ്പത്ത് അവർ രണ്ടാളും കൂടെ അവിടെ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വന്നതിന് ശേഷം പിന്നെ നമ്മുടെ എന്താ പറയുക മാവാക്കിയ കവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ചു. നമ്മളിങ്ങനെ അതെല്ലാം ഒന്ന് കഴുകി അവിടെ തൂക്കി വെക്കും കേട്ടോ. അതിന് ശേഷം വെള്ളമെല്ലാം വാർന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ അത് ഒരു ചാക്കിലാക്കി എടുത്ത് വെക്കാറുള്ളത് കേട്ടോ. ഈ ചേച്ചിമാർ വരുമ്പോൾ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം ഞാൻ വേഗം തന്നെ
നമ്മുടെ അരിയൊക്കെ ഒന്ന് വാർത്തെടുത്തു. ഈ സമയം ഇഡ്ഡലി റെഡിയായപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ രാവിലെ തന്നെ ഞാൻ കുറച്ച് ഇൻസ്റ്റൻറ്റ് എന്താ പറയുക, നമ്മുടെ പേര് കിട്ടുന്നില്ല, പഞ്ചാമൃതം ഇൻസ്റ്റൻ്റ് ആക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പഞ്ചാമൃതം ഉണ്ടാക്കിയതാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കറുപ്പ് കളറിലിരിക്കുന്ന പഞ്ചാമൃതമായിട്ട് കണക്ക് കൂട്ടണ്ട കേട്ടോ. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പഞ്ചാമൃതമാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇഡ്ഡലിയൊക്കെ വിളമ്പി കൊടുത്തു. അത് ഫുള്ളായി തന്നെ നമ്മൾ സാമ്പാറൊക്കെ ഒഴിച്ച് റെഡിയാക്കി. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് മാങ്ങ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ അതിന് ശേഷം പിന്നെ എല്ലാവർക്കുള്ള ചോറെല്ലാം ആക്കി അതെല്ലാം ഒന്ന് അടച്ച് റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ പണി പറഞ്ഞാൽ ഈ ചോറും പാത്രം ആക്കലും അടയ്ക്കലും റെഡിയാക്കലുമാണ് കേട്ടോ. അത് കുറേ പാത്രങ്ങളാകുമ്പോൾ അതിൻ്റെ മൂടി തപ്പിയിട്ടും എടുത്ത് വെച്ചിട്ടും കറക്റ്റായി വെച്ചിട്ടും അവർക്ക് മാറിപ്പോകാണ്ട് അതേത് ആൾക്കാർക്കുള്ള പാത്രങ്ങൾ അതാത് രീതിക്ക് വെച്ചിട്ടും ഒക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പല്ല, നമ്മുടെ ഗ്യാസ് സ്റ്റവ് നല്ല വെള്ളവും ഇതൊക്കെ ഇട്ട് നന്നായി തന്നെ തുടച്ച് നല്ല തുണിയൊക്കെ ഇട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അക്ഷയ സ്കൂളിൽ പോവുകയാണ്. ഏട്ടൻ്റെ വണ്ടി കേടായിട്ട് റോട്ടിൽ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവളോട് അത് ശരിയാക്കിയിട്ടുണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അക്ഷയ ഇന്ന് നടന്നിട്ട് റോഡ് വരെ പോകണം. അങ്ങനെ അക്ഷയ അത് കഴിഞ്ഞിട്ട് അക്ഷയ അത് കഴിയില്ല, അങ്ങനെ അക്ഷയ സ്കൂളിലേക്ക് പോയിട്ടാ. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ പറയുമ്പോൾ കുറച്ച് ഒരു തപ്പ് വ്യത്യാസം പോലെയൊക്കെ തോന്നും കേട്ടോ. എന്താ പറഞ്ഞാൽ ഇത് 2 ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആകെ മറന്നുപോയി അന്നത്തെ കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് കേട്ടോ ഒരു തപ്പൽ വരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അക്ഷയ പോയതിന് ശേഷം കൗണ്ടർ ടോപ്പൊക്കെ തന്നെ കൈയോടെ ഒന്ന് തുടച്ചെടുത്ത് നമ്മുടെ ആവശ്യക്കൂട്ടന് ഇഡ്ഡലി വാരി കൊടുക്കുകയാണ് കേട്ടോ. രാവിലെ നിൽക്കാണ്ട് ഓടിയാൽ തന്നെ നമുക്ക് ഒരുവിധം പണികൾ ഒരു 9 മണിയാകുമ്പോഴേക്കും നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഇടയ്ക്ക് നമ്മൾ ഈ പഞ്ചാമൃതം ഉണ്ടാക്കിയതൊന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്നാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത്. അതിനിടയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടെങ്കിലും എല്ലാം കൂടെ നമുക്ക് കവർ ചെയ്തെടുക്കുക പറയുമ്പോൾ കുറച്ച് പ്രയാസമാണ് കേട്ടോ. എല്ലായ്പ്പോഴും വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുക പറയുമ്പോൾ നമ്മുടെ പണികൾ നടക്കില്ല. രാവിലെ എണീച്ച് വീഡിയോ എടുക്കലും അതുപോലെ കുക്കിംഗ് ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തി ചെയ്യുക പറയുമ്പോൾ അതൊരു മെനക്കെട്ട പണി തന്നെയാണ് കേട്ടോ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കടകടമെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക. വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഉൾപ്പെടുത്തുമ്പോൾ അത് വീഡിയോ കറക്റ്റായിട്ട് ഫോൺ വെച്ചിട്ടുണ്ടോ നോക്കണം, കറക്റ്റായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് കിട്ടുന്നുണ്ടോ നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് സമയം പോകും കേട്ടോ. അങ്ങനെ എല്ലാം ചെയ്തിട്ടാണ് ഒരു ദിവസം ഒരു വീഡിയോ നല്ല രീതിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. അപ്പോൾ നമ്മുടെ ചെറിയ കുക്കിങ്ങും ചെറിയ വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.